ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ആക്ച്വലി നമുക്ക് ഈ സൺഡേ മാത്രമാണല്ലോ കിട്ടുന്നത്, അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടല്ലോ ഇന്ന് ചർച്ചിൽ പോകുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഔട്ടിങ്, കുറച്ച് ഷോപ്പിംഗ്, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ചുമ്മാ പറഞ്ഞാൽ ശരിക്കും പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ചർച്ചിൽ പോകുന്നത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ആകെക്കൂടെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. അപ്പോൾ നമ്മളൊരു 7:15 ആയപ്പോഴത്തേക്കും ഇറങ്ങിയേ. ഈ വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 10-11 മണി ആയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ശരിക്കും ഇവിടെ നല്ല വെയിൽ കൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ പള്ളിയിലെത്തി കുർബാനയിൽ കൂടി ഒരു 10 മണി ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ മെട്രോയുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ തിരക്ക് റോഡിലുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ചയിൽ നിന്ന് നേരെ വന്നത് ഇവിടെ ബീച്ചിലേക്കാണ്. ബീച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നിയറസ്റ്റ് ബീച്ച് ഇട്ടു, അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഫിഷിംഗ് ബോട്ട്സൊക്കെ കുറേ കിടപ്പുണ്ട്. ചേട്ടന്മാർ മറ്റേ വലയൊക്കെ നന്നാക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കണ്ട കാര്യമാണ്, കുറേ കാക്കകൾ അവിടെ ഉണ്ടായിരുന്നു. ആ കാക്കകളാണെങ്കിൽ ഇതിൻ്റെ കയ്യിലൊരു ഫിഷ് ഉണ്ട് കേട്ടോ. ഫിഷിനെ കുത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ തീരത്തുണ്ടല്ലോ കുഞ്ഞു മീനുകൾ ഇതിലൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അപ്പം അവരെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ കാക്കകൾ മുഴുവൻ. ഇതാണ് നമ്മുടെ ബീച്ചെന്ന് പറയുന്നത്. കുറേ ദൂരത്തേക്കുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഭാഗത്ത് റിസോർട്ടുകൾ ഉള്ള ഏരിയയാണ്. അപ്പുറത്തേക്ക് ആ സൈഡൊക്കെ റിസോർട്ടാണ്. അപ്പോൾ ഈ കുറേ ഷിപ്പിംഗ് ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ മീനിൻ്റെ കാര്യം. ഇതുപോലെ കുഞ്ഞു മീനുകൾ അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. പിന്നെ ഈ വൈറ്റ് കളറിൽ കാണുന്നതുണ്ടല്ലോ, മറ്റേ ഷെല്ലില്ലേ, അതാണ്. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ബീച്ചൊക്കെ നോക്കിയിട്ട് ഞങ്ങളിതേ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങി. കുറേ നേരം കളിച്ചു കേട്ടോ. അത് മറ്റേ എപ്പോൾ കടലിൽ ചെന്നാലും ഉള്ളൊരു സ്വഭാവമാണ്. നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് വന്ന് വായിച്ചിട്ട് പോകുന്ന കാണാൻ നല്ല രസമാണല്ലോ. പക്ഷേ ഇത്തവണ നമ്മൾ എഴുതിയത് ABCD ആട്ടോ. കുഞ്ഞുള്ളത് കൊണ്ട് അവർക്ക് ABCD എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് ABCD Z വരെ എഴുതും. പക്ഷേ ഒരിക്കൽ പോലും എഴുതി ഫില്ലാക്കാൻ സമ്മതിച്ചില്ല. അന്നേരത്തേക്ക് ഏതെങ്കിലും ഒരു തിര വന്നത് വായിച്ചിട്ട് പോകും. പിന്നെ കുറേ ഫിഷിംഗ് ബോട്ടൊക്കെ കാണാമായിരുന്നേ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന ആ സ്ഥലത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം ആയിരുന്നു. അപ്പുറത്തെ സൈഡിലേക്ക് കുറേ പേരുണ്ടായിരുന്നേ. അവിടെ വോളിബോൾ കളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ അല്ലാതെ വെള്ളത്തിൽ കളിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ആ സൈഡിലേക്ക് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ട് പിന്നെ വന്ന് മണലിലിരുന്നു. ഇത് ഞാൻ അവിടുന്ന് പറക്കിയെടുത്താൽ കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു കക്കേഴ്സ്, നമുക്ക് കക്കയാണോ ചിപ്പിയാണോ എനിക്കറിയില്ല ആക്ച്വലി. ഇത് കുറേ ഷെല്ലുണ്ടായിരുന്നു. അത് ഞാൻ അവിടുന്ന് പറക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറേ എണ്ണം. കളർഫുള്ളായിട്ടുള്ളതൊന്നും കിട്ടിയില്ല, വലുതും കിട്ടിയില്ല. പിന്നെ അവിടെ നോക്കിക്കൊണ്ടിരുന്നാട്ടെ ഈ ഞണ്ടിൻ്റെ കാര്യം രസമായിരുന്നു. ഇവർ തിര വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അങ്ങോട്ട് ഓടിപ്പോകും. അങ്ങോട്ടല്ല, ഇവരുടെ ഹോളിലേക്ക് ഓടി വരും. എന്നിട്ട് തിര പോയി കഴിയുമ്പോൾ തിരിച്ച് കടലിൻ്റെ സൈഡിലേക്ക് ചെല്ലും. അങ്ങനെയായിരുന്നു. നല്ല രസമുണ്ടല്ലോ കാണാൻ. എന്നെ പോയി അടുത്ത് എന്ന് കാണാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അത് അതിൻ്റെ ഉള്ളിലേക്കും പോകും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് മണ്ണലിലൊക്കെ ഇരുന്ന് കളിച്ചു. കുഞ്ഞാണെങ്കിൽ മണ്ണിൽ വാരി എറിയുമായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചിട്ട് ഞങ്ങളൊരു ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ബീച്ചിൽ നിന്ന് പോന്നു. ഇനി നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, അത് വാങ്ങണം. പിന്നെ പറ്റുമെങ്കിൽ ഫുഡ് കഴിക്കണം. ഉച്ചയായി, കുഞ്ഞാപ്പയ്ക്ക് വിശക്കാൻ തുടങ്ങി. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മളിത് ഇവിടെ മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എന്നിട്ട് ഇത് ഇവിടെ കുഞ്ഞാപ്പിനെ കളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന ആ ബോൾ, കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആയിട്ട് കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, പിന്നെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഒരു മോഡൽ, കുഞ്ഞു ആനിമൽസ് വണ്ടികളൊക്കെ വെച്ചിട്ട് മറ്റേ നട്ടും സ്ക്രൂവും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് കളിക്കാം. പിന്നെ ഒരു ബീച്ചിൻ്റെ മോഡൽ, പിന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ മോഡൽ, ഒരു കിച്ചൺ സെറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കളിക്കാനായിട്ട്. പിന്നെ കുറേ ഈ ഞാൻ പറഞ്ഞില്ല അഡ്വഞ്ചേഴ്സ് പോലെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കൂടെ ഒരു പേരൻറ്റിനും കയറാം. അപ്പം അവളുടെ കൂടെ ഞാനായിരുന്നു കയറിയത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാക്സിമം അവിടെ കുറേ നേരം കളിച്ചു കേട്ടോ. ഇതിനകത്തോടെയും പോയി സ്ലൈഡ് ചെയ്തു, ബോളിൽ കളിച്ചു, അങ്ങനെ കുറേ കളിച്ചു. പിന്നെ ആകെപ്പാടെ കുഞ്ഞുങ്ങളുടെ ഹൈറ്റിന് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് 1.5 മണിക്കൂറാണ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങി. പിന്നെ ഞങ്ങളൊരു ബിരിയാണി വാങ്ങി കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഏകദേശം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഏകദേശം ഒരു 20 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്